ഉമ്മയും ബാപ്പയും നമ്മളോട് പറയുകയാണ്, മോനെ നീ നമസ്കരിക്കല്ലേ, നീ നോമ്പ് പിടിക്കല്ലേ, നീ സ്വലാത്ത് ചെല്ലല്ലേ, നീ വയല് കേൾക്കാൻ പോകരുത്. ഇങ്ങനെ വാപ്പയും ഉമ്മയുമാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ ആ വാപ്പയും ഉമ്മയും പറയുന്നതനുസരിക്കേണ്ട മക്കളോട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതെന്തെന്നറിയോ? ആ വാക്ക് നിങ്ങൾ കേൾക്കാൻ പാടുള്ളതല്ല, ആ വാക്ക് നിങ്ങൾ അനുസരിക്കാൻ പാടുള്ളതല്ല. സഹോദരങ്ങളെ, ഈ നാട്ടിലെ കുണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത്, വേൽപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായെന്നിരിക്കട്ടെ, ഇന്നത്തെ ഈ ദിവസത്തിൽ മുസ്ലിമായെന്നിരിക്കട്ടെ, ഇന്ന് ഇശാ കഴിഞ്ഞു, നാളെ സുബഹിയായ തിങ്കളാഴ്ച സുബഹി കഴിഞ്ഞു, തിങ്കളാഴ്ച ളുഹറിന്റെ സമയമെത്തിയപ്പോൾ വാപ്പ മുസ്ലിമാകിട്ടില്ല, അച്ഛനാണ്. ഉമ്മയായി ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അമ്മയാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരേ ഒരാളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നുള്ളൂ, ഈ ചെറുപ്പക്കാരനാണ്. അമ്മ പട്ടിണി കിടക്കുകയാണ്, അച്ഛനെ കയറി കിടക്കാടമില്ല, അവർ രണ്ട് രോഗികളാണ്. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ, ഇസ്ലാമിന്റെ നയം എന്താണെന്നറിയോ? ഈ വാപ്പയും ഉമ്മയുമാകുന്ന, അല്ലെങ്കിൽ അച്ഛനും അമ്മയുമാകുന്ന ഈ രണ്ടുപേരും ഈ മുസ്ലിമായ ചെറുപ്പക്കാരനോട് പറയുകയാണ്, നീ മതത്തിൽ നിന്ന് തിരിച്ചുവാടാ, നീ എന്തിന് മുസ്ലിമായി തിരിച്ചുവാ മോനെ, ഈ വാപ്പയും ഉമ്മയോട് നിനക്ക് സ്നേഹമില്ലേ, നീ തിരിച്ചു വരണമെന്ന് മാതാപിതാക്കൾ അവനോട് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയും അധ്യായത്തില് ഒരു പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളുടെ ഒരു വലിയ സംഗമവേദികയായ സൂറത്തുൽ ലുഖ്മാൻ, അതിൽ 15ാമത്തെ സൂക്തത്തിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് എന്തെന്നറിയോ? വൈന ജാഹദാക അലാ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിന്റെ മാതാപിതാക്കള് അല്ലാഹുക്ക് ശിർക്ക് ചെയ്യുന്നതിനെ നിന്നെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബിന് സ്വലാത്ത് ചെല്ലരുത് എന്ന് പറഞ്ഞിട്ട് വാപ്പയും ഉമ്മയും ഏതോ പുത്തനാശയക്കാരനായി മാറിപ്പോയാൽ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ പറ്റി ഒരക്ഷരം പറയണ്ടെന്ന് പറഞ്ഞ് വാപ്പയും ഉമ്മയും നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു പോയാൽ അല്ലാഹ് പറയുകയാണ്, ഫലാ തുതിഉഹുമാ, നിങ്ങൾ അവരെ വഴിപ്പെടാൻ പാടുള്ളതല്ല, അവര് പറയുന്നത് നിങ്ങൾ അനുസരിക്കണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അവര് രോഗിയാണെങ്കിലും മരുന്ന് വാങ്ങി കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്, അവര് പട്ടിണിയാണെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത നിനക്കുണ്ട്, അവര് ദാഹിച്ച് കിടക്കുന്നെങ്കിൽ വെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്, അവർക്ക് ഏതെങ്കിലും നിലയിലും മരണപ്പെട്ടു പോയാൽ അവരെ പരിചരിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. പക്ഷെ അവര് പറയുന്നതനുസരിക്കരുത്, അവരുടെ ആദർശത്തിൽ നീ കയറിക്കൂടരുത്, നിന്റെ ആദർശത്തിൽ കത്തിവെക്കാൻ അവരെ അനുവദിക്കരുത്. പക്ഷെ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, അവർക്ക് വേണ്ടത് ദുനിയാവിലെ സൗകര്യങ്ങൾ നീ ചെയ്തു കൊടുക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി സമ്പൂർണ്ണ സമർപ്പിതരായ ആളുകളെ വേണം നിങ്ങൾ പിൻപറ്റാൻ. വാപ്പയുടെ വാക്കല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ഉമ്മയുടെ വാക്കല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ആ വാപ്പയും ഉമ്മയും നിങ്ങളോട് ശിർക്കിനെ പ്രേരിപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ റസൂലുള്ളാഹിനെ സ്വലാത്ത് ചെല്ലാതിരിക്കുന്നതിനെ പ്രേരിപ്പിക്കുമ്പോൾ അവരെ അനുസരിക്കല്ലേ മോനെ, അവരെ അനുസരിക്കല്ലേ മോളെ. നിനക്ക് മാതൃകയാരാ? നിനക്ക് റോൾ മോഡൽ ആരാ? സമ്പൂർണമായി എനിക്ക് സമർപ്പിച്ച ഒരു വിഭാഗം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആരാണെന്നറിയോ സഹോദരങ്ങളെ? ഒരൊറ്റ സംഭവം മാത്രം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സഈദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, കേട്ടിട്ടുള്ളവരുണ്ടാകാം, പഠിച്ചു വെച്ചോ, പേര് മറക്കരുത്. സഈദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നെന്നറിയോ? തന്റെ ഉമ്മയോട് വല്ലാതെ സ്നേഹമുള്ള മകനാണ്, തന്റെ അമ്മയോട് വല്ലാത്ത സ്നേഹമുള്ള മകൻ.
മകനാണ്, ഒരു ചെറിയ കുടുംബമാണ്. സയ്യിദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉമ്മയും മാത്രമുള്ള ഒരു കൊച്ചു കുടുംബമാണ്. ആ ഉമ്മയ്ക്ക് മകന് സയ്യിദ് ഇല്ലാത്തൊരു ജീവിതമില്ല, സയ്യിദിന് ഉമ്മയില്ലാത്ത ഒരു ചിന്തയില്ല. ഉമ്മയും മകന് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റിയുള്ള ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയാ. ഈ ഹിദായത്തിന്റെ സുന്ദരമായ വെള്ളി വെളിച്ചം സയ്യിദ് ഇബ്നു മാലിക്കിന്റെ ഖൽബിലേക്ക് അല്ലാഹു അതാ എത്തിച്ചു കൊടുക്കുകയാണ്. സയ്യിദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് ഹിദായത്തിന്റെ പാത റബ്ബ് തുറന്നു കൊടുക്കുകയാണ്. സയ്യിദ് ഇബ്നു മാലിക് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് സയ്യിദ് ഇബ്നു മാലിക് മുസ്ലിമാവുകയാ. എന്റെ കുമ്പൂരിലെ ഓരോ ചെറുപ്പക്കാരനെ കേൾക്കേണ്ട കഥയാണ് ഈ ചരിത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, തഫ്സീർ ഇബ്നു കസീറിൽ നമുക്ക് കാണാം. സയ്യിദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായ വിവരം ഉമ്മ അറിയുകയാണ്. ഉമ്മാക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മയില്ലാത്ത ജീവിതം പൊന്നുമോനില്ല. പൊന്നുമോനോടൊപ്പമുള്ള ജീവിതമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ ഉമ്മയ്ക്കും കഴിയില്ല. പക്ഷെ ഉമ്മ മകന് മുസ്ലിമാകരെ സഹിക്കാനുള്ള കഴിവില്ല. ആ ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സയ്യിദേ, നീ മുസ്ലിമാകരുത്, നീ മതത്തിൽ നിന്ന് പിന്നിലേക്ക് മാറണം, നീ തിരിച്ചു വരണം മോനെ, നീ തിരിച്ചു വരണം മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പ്രേരിപ്പിക്കുമ്പോൾ സയ്യിദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉമ്മയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉമ്മ കഴിയില്ല, എന്റെ പ്രിയപ്പെട്ട ഉമ്മ കഴിയില്ല. സഹോദരങ്ങളെ, സയ്യിദ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ദീൻ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അറിയുമോ നിങ്ങൾക്ക്, ആ ഉമ്മ പട്ടിണി കിടന്ന് ഒരു ദിവസം മകനോട് പറഞ്ഞു, പൊന്നുമോനെ ഞാൻ കഴിക്കില്ലടാ, ഞാൻ ഒരു തുള്ളി വെള്ളം ജലപാനം നടത്തില്ല, കുടിക്കില്ല മോനെ, ഞാൻ ഈ ദിവസം മുഴുവനും പട്ടിണി കിടക്കും മോനെ. ആ സമയത്ത് സയ്യിദ് ഇബ്നു മാലിക് പറഞ്ഞു, ഉമ്മ ചെയ്യരുതങ്ങനെ, അത് നിങ്ങൾ ചെയ്യരുത്, ആ ശരീരത്തിന് ആപത്താണ്. ഉമ്മ പറഞ്ഞു, നീ മതത്തിൽ നിന്ന് മാറി വരുന്നത് വരെ ഞാൻ കഴിക്കില്ല മോനെ. ഒരു ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം കിഴക്കൻ ചക്രവാളത്തിൽ അരണകരണങ്ങൾ പ്രകടമായി. പ്രഭാത സൂര്യനെ കിഴക്ക് പൊട്ടിവിടരുകയാണ്. സഹോദരങ്ങളെ, അന്നത്തെ ദിവസവും ഉമ്മ പട്ടിണി കിടന്നു. രണ്ടാം ദിവസത്തില് ഒരു തുള്ളി വെള്ളം ഉമ്മ കുടിച്ചില്ല, ഒരുള്ള ഭക്ഷണം ഉമ്മ കഴിച്ചില്ല. ആ ഉമ്മ രണ്ടാമത്തെ ദിവസം പട്ടിണിയാണ്. അറിയുമോ, ഉമ്മ ക്ഷീണിതയായി തളർന്നു വീഴാനടുത്തിരിക്കുകയാണ്. അന്നും പ്രിയപ്പെട്ട സയ്യിദിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സയ്യിദേ, ഈ മതത്തിൽ നിന്ന് തിരിച്ചു വരണേ മോനെ, നിന്നെ മതം വല്ലാതെ പറ്റിക്കുകയാ, മുഹമ്മദ് നിന്നെ പറ്റിക്കുകയാ മോനെ, അതുകൊണ്ട് തിരിച്ചു വാ മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ സയ്യിദിനോട് മൂന്നാമത്തെ ദിവസവും പറഞ്ഞു. സയ്യിദ് വരാൻ തയ്യാറായില്ല. ആ മൂന്നാമത്തെ ദിവസത്തിന്റെ നേരം വെളുത്തു. അന്നും ആ ഉമ്മ പട്ടിണിയാണ്. ഉമ്മ വെള്ളം പോലും കുടിക്കുന്നില്ല. നമ്മെ ക്ഷീണിച്ചു ഉമ്മ തളർന്ന അവശയായി മറിഞ്ഞു വീഴാനടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ സയ്യിദിനെ വിളിച്ചു, സയ്യിദേ, ഈ ഉമ്മ തളർന്നു പോകുന്നു മോനെ, ഉമ്മ കഴിക്ക് നിങ്ങള്. ഇല്ല മോനെ, നീ മതത്തിൽ നിന്ന് മാറാതെ ഞാൻ കഴിക്കില്ലടാ. ആ സമയത്ത് പ്രിയപ്പെട്ട മകൻ ഉമ്മയോട് പറഞ്ഞെന്നറിയോ, ഉമ്മ നിങ്ങൾ കഴിക്കണം, നിങ്ങൾ ഒരിക്കലും പട്ടിണി കിടക്കരുത്. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ മരിച്ചു പോയാൽ, ഈ 3 ദിവസത്തെ പട്ടിണിയിൽ ഞാൻ മരിച്ചു പോയാ, നിനക്ക് നാട്ടുകാരൊരു പേര് തരും മോനെ, നിനക്കൊരു പേര് നിന്റെ നാട്ടുകാര് നിന്നെ വിളിക്കും മോനെ. എന്ത് പേരാണെന്നറിയോ? യാ ഖാതിലൽ ഉമ്മ, ഉമ്മയുടെ കൊലപാതകി എന്ന പേര് നിനക്ക് വീഴും മോനെ. നീ ഒറ്റ ഒരുത്തം കാരണം ഞാൻ മരിച്ച ആളുകളെ പറയും മോനെ, ഈ സ്നേഹനിധിയായ ഉമ്മയെ കൊന്നത് നീയാണ്. ആ ഒരു വലിയ ശാപം പേര് നിനക്ക് കഴിയേണ്ടി വരും മോനെ. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്, എനിക്ക് പട്ടിണി കിടന്നിട്ട് ദാഹിച്ച് ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്നാലും ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് വാശി പിടിച്ചപ്പോൾ സയ്യിദ് ഇബ്നു മാലിക് എന്താ പറഞ്ഞതെന്നറിയോ? അതാണ് ചെറുപ്പക്കാരാ ദീനിന്റെ പവർ, അതാണ് പൊന്നുമോനെ ഇസ്ലാമിന്റെ പവർ. സയ്യിദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറയുകയാണ്, ഉമ്മ നിങ്ങൾ പറഞ്ഞതെന്താണ്? ഈ നിമിഷം നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോയാൽ എന്നെ ഉമ്മയെ കൊന്നവനെന്ന് ആളുകൾ വിളിക്കുമെന്നല്ലേ പറഞ്ഞത്? എന്നാ കേട്ട ഉമ്മ, നിങ്ങൾ ഒരിക്കലല്ലേ മരിക്കോളൂ, ഒരിക്കലല്ലേ ഉമ്മയെ കൊന്നവനെന്ന് ജനങ്ങൾ എന്നെ വിളിക്കോളൂ. എന്നാ കേട്ടോ, 100 ജീവൻ
അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കട്ടെ, ഒരു 100 ജീവൻ നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കട്ടെ. വല്ലാഹി ലൗ കാനത്തിലേക്ക് മിഅത്തു നഫ്സിൻ ഫഖറജത് നഫ്സൻ ഫമാ നഫ്സൻ നഫ്സാ. ഒരിക്കൽ ഒരു റൂഹ് മരിച്ചു, അടുത്ത ജീവൻ അടുത്ത പ്രാവശ്യം മരിച്ചു. അങ്ങനെ നിങ്ങൾ 100 വട്ടം മരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മാ തറക്തു ദീനി, എന്റെ ദീന് ഞാൻ ഒഴിവാക്കുകയില്ല. നിങ്ങൾ ഒരിക്കൽ മരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞുള്ളൂ. ഇനി നിങ്ങൾ 100 വട്ടം മരിച്ചാൽ ഉമ്മ ഞാൻ ദീൻ ഒഴിവാക്കൂല ഉമ്മ. 100 വട്ടം ഉമ്മയെ കൊന്നവനെന്ന് ജനങ്ങളെ വിളിച്ചാൽ ആ വിളി മുഴുവനും ഞാൻ ഓമന പേരായി കണ്ടോളാം ഉമ്മ. അല്ലാതെ ഞാൻ എന്റെ ദീനിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറില്ല. ഇൻഷിഅതി കുലി വഇൻഷിഅതി ലാ തഅകുലി. വേണമെങ്കിൽ തിന്നും ഉമ്മ, വേണ്ടെങ്കിൽ തിന്നണ്ട. സഹോദരങ്ങളെ, മകൻ ഒരൊറ്റ കാര്യത്തിൽ അങ്ങ് ഉറച്ചങ്ങ് നിന്നപ്പോ ചരിത്രം പറയുന്നു ഫാക്കലത്ത് ആ ഉമ്മ കഴിക്കാൻ തുടങ്ങിയെന്നാണ്. പട്ടിണി കിടന്ന് മരിച്ചാൽ എന്റെ മോ സഈദ് ബിൻ മാലിക് മതം ഉപേക്ഷിക്കില്ലെന്ന ബോധം ഉമ്മയ്ക്ക് വന്നപ്പോൾ ആ ഉമ്മ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ട് ഭക്ഷണം കഴിച്ചു ജീവൻ നിലനിർത്തുകയാ. കുമ്പൂരിലെയും വേൽപ്പാടിയിലെയും കർണാടകത്തിലെയും എന്റെ ചെറുപ്പക്കാരാ, കഞ്ചാവിന്റെ പിന്നാലെ പരക്കം പായുമ്പോ, MDMAയുടെ പിന്നാലെ പരക്കം പായുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത്, ജീവന്റെ ജീവനായ സ്നേഹനിധിയായ തന്റെ എല്ലാമായ പ്രിയപ്പെട്ട ഉമ്മ ആദർശത്തിൽ നിന്ന് പിന്നോട്ട് മാറണമെന്ന് പറഞ്ഞപ്പോൾ, ആദർശത്തിന് വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോ, ഉമ്മ നിങ്ങൾക്ക് 100 ജീവൻ ഉണ്ടായിരുന്നിട്ട് ഓരോ ജീവന് ഓരോ നിമിഷം പുറപ്പെട്ടാലും ഈ ഉമ്മാടെ മോൻ അനുസരിക്കൂല എന്ന് പറഞ്ഞ ആവേശത്തിന്റെ ചെറുപ്പക്കാരൻ സഈദ് ബിൻ മാലിക്കിനെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത്. വത്തബി സബീല മൻ അനാബ്. അല്ല പറയുന്നു, എനിക്ക് വേണ്ടി സമ്പൂർണ്ണ സമർപ്പിതരായവരെ നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ആദർശത്തിന് വെള്ളം ചേർക്കാൻ നിൽക്കരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് ഏതെങ്കിലും ഒരു നിലയിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും താൽക്കാലിക ലാഭത്തിനു വേണ്ടിയിട്ട്, പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ എത്രയോ സ്ത്രീകൾ, മുസ്ലിം നാമധാരികളായ പെണ്ണുങ്ങൾ അവര് പരസ്യമായിട്ട് ആരെയൊക്കെയോ വിറളി പിടിപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈവിൽ വന്നിട്ട് പറയുന്നു, ഞാൻ മതം ഉപേക്ഷിച്ച പെണ്ണാണ്, എനിക്ക് മതം വേണ്ട, എനിക്കൊരു മതമല്ല, എനിക്ക് എല്ലാ മതങ്ങളോടും സ്നേഹമാണ്. ഇത് പറയുന്ന കേട്ടാൽ ബാക്കിയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ മറ്റു മതക്കാരോട് ദേഷ്യമൊന്നാണ്. അങ്ങനെയാണോ ഈ പൊട്ടി പെണ്ണുങ്ങൾ വിചാരിച്ചത്? അല്ല, അങ്ങനെയല്ല ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ നാട്ടിൽ തന്നെ ഈ പരിശുദ്ധമായ മഖാമിലേക്ക് വരുന്ന എത്രയോ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ വരുന്നുണ്ട്. ഇവിടെ എന്താ ആർക്കാ ഏത് വിഷയത്തിലാ അവരോട് വെറുപ്പുള്ളത്? ഏത് വിഷയത്തിലാ ഇവിടെ പരസ്പരം സൗഹാർദ്ദമില്ലാത്തത്? എല്ലാവരും സൗഹാർദ്ദത്തിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും താൽക്കാലിക ലാഭത്തിനു വേണ്ടിയിട്ട് മതം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകരുത്. സ്വന്തം ഉമ്മയുടെ ജീവൻ 100 വട്ടം പോയാലും ഞാൻ എന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഏറ്റവും വലിയ ഈമാനികമായ ശക്തിയും കരുത്തും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികളിൽ ധീരനായ വ്യക്തിത്വം ഈ നിലയിലുള്ള ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് മാതൃക, അവരാണ് നമുക്ക് റോൾ മോഡൽ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആരൊക്കെ പ്രലോഭിപ്പിച്ചാലും, ആരൊക്കെ പ്രകോപിപ്പിച്ചാലും, ആരൊക്കെ എന്തൊക്കെ ലാഭം തന്നാലും, ആരൊക്കെ നിങ്ങൾക്ക് നഷ്ടം വരുമെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഈടി വരുമെന്ന് പറഞ്ഞാലും, ഇസ്ലാമിന്റെ തനതായ ആദർശത്തിൽ നിന്ന്, ഈമാനികമായ കരുത്തിൽ നിന്ന് 1 ഇഞ്ച് പോയിട്ടൊരു സെന്റിമീറ്റർ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ സമ്പൂർണ്ണ സമർപ്പിതരാകണം. ആര് പറഞ്ഞാലും അനുസരിക്കേണ്ട കാര്യമില്ല. സർവ്വതും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചോ, അള്ളാഹുവിലേക്ക് സമർപ്പിച്ചോ. അതാ നമുക്ക് വേണ്ടത്. ആ ഒരു സമർപ്പണ ബോധം നമുക്ക് ഉണ്ടാകണം. എന്നാൽ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താ? പറയും. നമുക്കൊരു കച്ചവടം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു കടയുണ്ട്. ഇപ്പോ ഒരു നല്ല കച്ചവടം, ഒരു ജനങ്ങളൊക്കെ കൂടുന്ന ഒരു കവലയിൽ ഒരു
ടൗണിൽ നമുക്കൊരു കടയുണ്ട്, ഒരു ജംഗ്ഷനിൽ നമുക്കൊരു കടയുണ്ട്. ആ കടയിൽ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലാഭം നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ അല്ലാഹനെ മറക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇടയ്ക്ക് എങ്ങനെയോ നമ്മുടെ കച്ചവടം ഒരു മന്ദഗതിയിലായി. നമ്മുടെ കച്ചവടത്തിൽ എന്തോ ഒരു വിള്ളൽ വീണു. പഴയതുപോലെ കച്ചവടം നടക്കുന്നില്ല, ലാഭം കിട്ടുന്നില്ല. നമ്മുടെ കച്ചവടത്തിൽ എന്തോ ഒരു ചെറിയ വീഴ്ച സംഭവിച്ചു. നമ്മൾ എന്താ ചെയ്യാ? ഓടി വരും, ഒരു 50 കിലോ പഞ്ചസാരയും വാങ്ങിയിട്ട് എവിടെ? ഹെൽപ്പാടി ഉപ്പാന്റെ അടുക്കൽ. പഞ്ചസാരയും കൊണ്ട് നേരെ വരും, നേർച്ച നേരും. അല്ലെങ്കിൽ പള്ളിയിൽ വരും, ഉസ്താദിനോട് പറയും ഉസ്താദ് ദുആറക്കണം, പള്ളിക്ക് എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കും. അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസിൽ വരും, ഇല്ലെങ്കിൽ മജ്ലിസിൻ നൂറിൽ വരും. കാരണം പെട്ടുപോകുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹെ വിളിക്കും. എന്നിട്ട് അള്ളാഹു വീണ്ടും നമുക്ക് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അള്ളാഹു നമുക്ക് എന്തെങ്കിലും ഒരു സൗകര്യം വീണ്ടും തന്നിരിക്കട്ടെ. നമ്മൾ പഴയതുപോലെ പിന്നെ പള്ളിയില്ല, പിന്നെ മദ്രസയില്ല, പിന്നെ ജുമയില്ല, പിന്നെ ഉറൂസും ഇല്ല, പിന്നെ മക്കാമു സിയാറത്തും ഇല്ല, ഒന്നും ഉണ്ടാവും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇങ്ങനത്തെ ശൈലി ആരുടെ ശൈലിയാണെന്നറിയോ? ഇത് ഫറോവയുടെ സമ്പ്രദായമാണ്, ഇത് ഫറോവന് സമ്പ്രദായമാണ്. സഹോദരങ്ങളെ, ഇത് നമ്രൂദിന്റെ സിദ്ധാന്തമാണ്. ഫിർഔൻ ആരായിരുന്നു? ഞാനാണ് ദൈവം, ഞാനാണ് റബ്ബ്, ഞാനാണ് സൃഷ്ടാവ്, ഞാനാണ് മരിപ്പിക്കുന്നവന്, ഞാനാണ് ജീവിപ്പിക്കുന്നവനെന്ന് പറഞ്ഞു നടന്ന ഫിർഔനുണ്ടല്ലോ, ചെങ്കടലിൽ അവന്റെ മുഷ്കങ്ങ് അവസാനിച്ചപ്പോൾ, അവന്റെ മൂച്ചങ്ങ് അവസാനിച്ചപ്പോൾ, അവന്റെ അഹങ്കാരമാ ചെങ്കടലിൽ വെച്ചങ്ങ് അവസാനിച്ചപ്പോൾ ഫിർഔനും നിലവിളിച്ചതെന്താണ്? ആമന്നാ ബി റബ്ബി മൂസ, മൂസായുടെ റബ്ബിനെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ആര്? സാക്ഷാൽ ഫിർഔന് വിളിച്ചു പറഞ്ഞു എന്നല്ലേ പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറയുന്നല്ലോ. ഫിർഔന് മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായി. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും മൂസ പ്രതിനിധാനം ചെയ്യുന്ന പരിശുദ്ധമായ തൗഹീദ് കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൊക്കെ അള്ളാനെ മറന്നിട്ട് ഒരാപത്ത് അങ്ങോട്ട് വന്നപ്പോ അള്ളാനെ ഓർക്കുന്നത് ഫറോവൻ സിദ്ധാന്തമാണ്. അത് നമുക്ക് വേണോ? അത് നമുക്ക് വേണോ? നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എല്ലാ പരീക്ഷണങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വിറക് പൂജ പോലും നടത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ക്രൂരമായിട്ട് കൊന്നൊടുക്കാൻ ശ്രമിക്കുമ്പോ അവസാനം നമ്രൂദ് രാജൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറായി ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ സങ്കടം വരുമ്പോ, ഒരു ക്ഷാമം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത് നമ്രൂദിയൻ സിദ്ധാന്തമാണ്, ഫറോവൻ സമ്പ്രദായമാണ്. അത് നമുക്ക് പാടില്ല, അത് നമുക്ക് പാടില്ല. നമ്മുടെ അവസ്ഥ ഏതാ? ഖുർആൻ പറയുന്ന കേട്ടോ. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക്, സ്ത്രീകൾ ഇപ്പൊ എവിടാണെന്ന് തന്നെ അറിയാൻ വയ്യ. മാർക്കറ്റിൽ കുറെ ഉണ്ട്, ഇരിക്കാൻ അവർക്ക് കസേരയിട്ട് എടുത്ത് കൊടുത്തവരുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്റെ ഒരു പ്രാഥമിക കണക്കനുസരിച്ച് ഒരു 2000-2000 വരുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവുമെന്നാണ് ഒരു പ്രതീക്ഷ, അല്ലേ? 2000 സ്ത്രീകൾ വരും. നിങ്ങളുടെ മുന്നിൽ ബക്കറ്റ്, നിങ്ങളിപ്പോ മാർക്കറ്റിൽ ഇരുന്നാലും വാഴ കേൾക്കാതിരുന്നാലും നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഒരു ബക്കറ്റ് വരും. ഇൻഷാ അല്ലാഹ് ഇന്ന് സമാപനമാണ്. നിങ്ങളുടെ മനസ്സിന്റെ നീയത്തുകൾ അനുസരിച്ച് ഒരു നല്ല ഹദിയ ആ ബക്കറ്റിൽ ഇടണം. ഇൻഷാ അല്ലാഹ് ഈ ഇതിന്റെ നമ്മുടെ ഈ ഉറൂസിന്റെ സമാപനത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ്, മഹാനായ സയ്യിദ് അവറുകൾ ദുആ ചെയ്യുന്ന വേദിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന ബക്കറ്റിൽ നല്ല ഒരു ഹദിയ എല്ലാ സഹോദരിമാരും ആ ഹദിയ ബക്കറ്റിൽ നിക്ഷേപിക്കണം. നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായി വരുന്ന ആ സംഘാടകരെ, വളണ്ടിയേഴ്സിനെ നന്നായിട്ട് പരിഗണിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്രൂദിയൻ സിദ്ധാന്തവും ഫറോവൻ സിദ്ധാന്തവും നമുക്ക് വേണ്ട. വിശുദ്ധ ഖുർആൻ പറഞ്ഞു നമ്മുടെ സ്വഭാവം എന്താണെന്ന് വിശദീകരിക്കാൻ സമയമില്ല.
നമ്മുടെ സ്വഭാവം എന്താണെന്ന് ഖുർആൻ പറഞ്ഞു. എന്താണ് നമ്മുടെ സ്വഭാവം? വഇദാ മസ്സന്നാസ ളുർറുൻ ദഅഉ റബ്ബഹും മുനീബീന ഇലൈഹി ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹു ഏതെങ്കിലും ഒരു കൂട്ടർക്ക് പരീക്ഷണം കൊടുത്താൽ, ഏതെങ്കിലും നിലയിലുള്ള ഒരു ലൊറ് കൊടുത്താൽ, പരീക്ഷണം കൊടുത്താൽ, രോഗം കൊടുത്താൽ, മാനസികമായ സങ്കടം കൊടുത്താൽ, അവന് ഏതെങ്കിലും നിലയിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധി കൊടുത്താൽ, ഒരു രോഗം അവനെ വേട്ടയാടുമ്പോ അല്ലാഹു പറയുന്നു റബ്ബഹും മുനീബീന ഇലൈഹി, അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരായി അടുക്കുന്നതാണ്. ഉസ്താദേ ദുആ ചെയ്യണം, അല്ലെങ്കിൽ ദിക്ർ പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദുമാരുടെ പിന്നാലെ നടക്കാറുണ്ട്. ഒരു രോഗം വന്നാൽ പടച്ചവനിലേക്ക് ലയിച്ചു ചേരുന്ന, അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാകുന്ന വിഭാഗമാണ്. എന്നാൽ അല്ലാഹു പറയുന്നു സുമ്മ ഇദാ അദാഖഹും മിൻഹു റഹ്മ, അല്ലാഹു പിന്നെ ഏതെങ്കിലും ഒരു കാരുണ്യം അവന് കൊടുത്താൽ, അവന്റെ രോഗം മാറ്റിയിട്ട് ആരോഗ്യം കൊടുത്തു, അവന്റെ മനസ്സിന്റെ വ്യഥ മാറ്റിയിട്ട് മനസ്സിന് സന്തോഷം കൊടുത്തു, അവന്റെ സാമ്പത്തികമായ പ്രയാസം മാറ്റിയിട്ട് നല്ല ക്ഷേമം അല്ലാഹു കൊടുത്താൽ, അല്ലാഹു പറയുന്നു ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ, അവൻ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നവനായി മാറുകയാണ്. പാലം കടക്കുന്നത് വരെ നാരായണയുള്ളൂ, പാലം കടന്നാൽ പിന്നെ കൂരായണയാണ്. ആ നിലയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ സർവ്വതും റബ്ബിലേക്ക് ചേർത്ത് വെക്കുന്ന മനുഷ്യര്, ചെറുപ്പക്കാരും അങ്ങനെ തന്നെയാണ്. ഒരു രോഗം വന്നാൽ പിന്നെ ദിക്റായി, പിന്നെ ഖുർആൻ ഓതലായി, സ്വലാത്തായി, അതെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുത്താലോ അവൻ അല്ലാഹനെ മറന്നിട്ട് റസൂലുള്ളാഹിനെ മറന്നിട്ട് പോവുകയാ. പിന്നെ അവന് ചോദിക്കുന്നു പഞ്ചസാര എന്തിനാ, പിന്നെ ചോദിക്കുന്നു ഉറൂസ് എന്തിനാ. സഹോദരങ്ങളെ, ഈ നിലയിൽ അല്ലാഹുവിന്റെ അടിമകളായി ലോകത്ത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങള് ഈ മനുഷ്യന് കൊടുക്കുമ്പോൾ, രണ്ടു തരം പൗരന്മാരായി അല്ലാഹു തആല തരം തിരിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടേണ്ടത്? നമുക്ക് എന്ത് ദുഃഖം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് സന്തോഷം വന്നാലും നമുക്ക് ഒരേ ഒരു നിലപാടേ ഉള്ളൂ, അല്ലാഹുവിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്ന, അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്. അപ്പോഴേക്ക് സമയമാകും. രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, എങ്ങനെ അല്ലാഹുവിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും എങ്ങനെ അല്ലാഹുവിലേക്ക് നമുക്ക് അർപ്പിക്കാം. ഒരു സമർപ്പണം എങ്ങനെയാണ് ഉണ്ടാവുക? അതൊന്ന്. രണ്ടാമത്, ഇങ്ങനെ സമർപ്പിക്കുന്ന അല്ലാഹുവിന്റെ അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്, സമ്മാനം എന്താണ്? ഇത് രണ്ടും കൂടി പറയുമ്പോഴേക്ക് തങ്ങളെത്തും. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടികളിലേക്ക് നമുക്ക് വഴിമാറാം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. പുരുഷന്മാരുടെ ഭാഗത്ത് ബക്കറ്റ് കൊടുക്കുന്നില്ലേ? സ്ത്രീകളുടെ ഭാഗത്ത് പുരുഷന്മാര് തങ്ങളെ മുസാഫത്തെ അല്ലേ? പുരുഷന്മാര് തങ്ങളെ മുസാഫത്ത് ചെയ്തിട്ട് നല്ലൊരു ഹദിയ നിങ്ങൾ ആ തങ്ങളെ കൈവശം ഏൽപ്പിക്കണം. ഇതൊക്കെയാണല്ലോ നമ്മുടെ ചെലവുകളൊക്കെ നടന്നു പോകാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി. ഇതിപ്പോ ഞാൻ തന്നെ ചിന്തിച്ചു, കിലോമീറ്ററുകളോളം ലൈറ്റും, കിലോമീറ്ററുകളോളം ഈ ഉറൂസ്, ഈ ഗ്രാമപ്രദേശത്തെ നമ്മുടെ ഈ മക്കാം ഉറൂസിനെ ദീർഘദൂര യാത്രകൾ നടത്തുന്ന വഴിയോരങ്ങളിൽ പോലും ആളുകളെ അറിയിച്ചുകൊണ്ടുള്ള എല്ലാ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടാണ് ഈ ഉറൂസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നൊക്കെ നല്ല ചെലവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു നിയ്യത്ത് വെച്ചുകൊണ്ട് എല്ലാവരും നല്ലൊരു ഹദിയ ഈ ബഹുമാനപ്പെട്ട തങ്ങളുടെ കൈവശം ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ പറയണം. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് റബ്ബിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേരാം, അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കാം. നമ്മുടെ മുമ്പിൽ പടച്ചവരുണ്ടല്ലോ, എന്തൊക്കെ സംഭവിച്ചാലും അല്ലാഹു എന്ന് പറയുന്നൊരു സൃഷ്ടാവ്. എന്റെ സഹോദരങ്ങളെ,
ഖുലൂബുൽ മുലൂകി ബൈന ഇസ്ബഈനി മിൻ അസാബിഹില്ല. ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരുടെ കൽബിനെയും അല്ലാഹു തആല അള്ളാന്റെ 2 വിരലുകളുടെ ഇടയിലിട്ടിരിക്കുകയാണ്. അവനാണ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാം. അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. പടച്ചോൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല. നിരീശ്വരവാദികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ അതിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ ദീനീ പ്രബോധനങ്ങൾ നടക്കുമ്പോ അഹ്ലുൽ ഈമാനിനോട് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. മുഅ്മിനീങ്ങളോട് മാത്രം പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുഅ്മിനീങ്ങൾ മാത്രം അറിയേണ്ടതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ദഹിക്കൂ. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. അത് ലൈവ് വെച്ചിട്ട് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അവർ വിമർശിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത് മറ്റൊരു വിഷയം. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ പ്രബോധകന്മാര്, പ്രഭാഷകന്മാര്, പ്രചാരകന്മാര് കുറച്ചുകൂടി ഈ വിഷയത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. എന്താണ് നിലപാടെന്ന് ചോദിച്ചാൽ, നമുക്ക് മുഅ്മിനീങ്ങളോട് പറയേണ്ട ചില വിഷയങ്ങൾ പുറം ലോകത്ത് ആളുകളുടെ മുമ്പിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം. മടവൂരിലെ മഹാനായ CM അദ്ദേഹത്തിന്റെ കറാമത്ത് എവിടെ പറഞ്ഞാലും ആളുകൾ പറയുന്നത് മായാവി കഥകളെന്നാണ്. നമുക്ക് ഖുർആനിലുള്ള എത്രയോ കറാമത്തുകളുണ്ട് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടക്കമുള്ളത്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇവിടെ കമന്റുകൾ വന്നു തുടങ്ങും. എന്താണ് ഇല്ലാത്ത കഥകൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയി കാന്തപുരം അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു, ഷുഐബുൽ ഹൈതമി പിന്താങ്ങി, മൗലാന നജീബ് മുമ്പാട് ഉസ്താദ് വളരെ കൃത്യമായി ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി എടുത്തുദ്ധരിച്ച് പറഞ്ഞു കൊടുത്തു ഗർഭ കാലഘട്ടത്തിന്റെ പീരീഡിനെ സംബന്ധിച്ച്. അത് മുസ്ലിമീങ്ങൾക്കെതിരെ വലിയ ഒരു വാളായി, വടിയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഈ ഖൗമിന് തിരിയില്ല. ഇതെന്തിനാ നമ്മൾ പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്? എന്താ പൊതുസമൂഹത്തോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് അറിയേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. മലയാളത്തിന്റെ സിനിമാ നടൻ സലീം കുമാർ സ്വർഗത്തിനെ പറ്റി വളരെ മോശമായ നിലയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി. കള്ളാറുണ്ട് സ്വർഗത്തിൽ എന്ന് പറഞ്ഞപ്പോ ഈ കപ്പിലോ കോപ്പയിലോ ഒക്കെ കിട്ടിയ കുടിക്കാൻ കൊള്ളാം. കാരണം മൂപ്പരൊക്കെ കുടിക്കുന്നത് അങ്ങനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുടിക്കാൻ കൊള്ളാം. ഇതൊരു 6 എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വൃത്തികേടാന്നൊക്കെ ചോദിച്ചിട്ട് സലീം കുമാർ ഇത് സമ്മതിച്ചു എങ്കിൽ പിന്നെ സലീം സാഹിബ് എന്നല്ലേ നമ്മൾ പറയുള്ളൂ. സലീം കുമാർ ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് അംഗീകരിക്കാത്തത്? കൊണ്ടല്ലേ. ഗൈബിയായ വിശ്വാസം മോമിനിയങ്ങൾക്ക് മാത്രമുള്ളതാണ്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്. ഞാൻ ചോദിക്കട്ടെ, മേൽപ്പാടിയിൽ ആരാണ് അള്ളാനെ കണ്ടിട്ട് വിശ്വസിച്ചത്? ആരെങ്കിലും ഉണ്ടോ? മലക്കുകളെ കണ്ടത് ആരെങ്കിലും ഉണ്ടോ? പ്രവാചകന്മാരെ കണ്ട ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഉളംപാറ വിടും ഇപ്പോ ഈ രാത്രി. നിങ്ങൾ ആരെങ്കിലും ഖബറ് കണ്ടോ? പള്ളിക്കാട്ടിൽ 6 അടി മണ്ണ് കണ്ടിട്ടുണ്ട്, കുഴിച്ച് മൺവെട്ടി കൊണ്ട് കോരിയ സ്ഥലം. അത് ഖബറല്ല. അവിടെ നോക്കിക്കൊണ്ടിരുന്ന സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത് കാണാൻ പറ്റൂല, നരകത്തിന്റെ വാതിൽ തുറക്കുന്നത് കാണാൻ പറ്റൂല, മുങ്കർ നക്കീർ വരുന്നത് കാണാൻ പറ്റൂല. അതിന്റെ പേര് തന്നെ ബർസഖ് എന്നാണ്. മറ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നമുക്ക് കാണാൻ പറ്റാത്തതെന്നാണ്. സിറാത്ത് ആര് കണ്ടിട്ടാണ് വിശ്വസിച്ചത്? നരകം ആര് കണ്ടിട്ടാ വിശ്വസിച്ചത്? സ്വർഗം ആര് കണ്ടിട്ടാ വിശ്വസിച്ചത്? അല്ലമീനും അസ്വാദിഖുമായ വഹീന്റെ സന്ദേശവാഹകനായ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു കൊടുത്ത പരിശുദ്ധമായ സന്ദേശങ്ങളെ ഈ ലോകത്തിന് സമ്മാനിച്ചു പോയ ആദരവായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് കണ്ണുമടച്ച് അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ഗൈബിയായ വിശ്വാസമുള്ളവരാണ് യഥാർത്ഥ മുത്തഖീങ്ങളും മുഅ്മിനീങ്ങൾ. അവർ നമ്മളാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അതിനെ ഈ ലൈവും വെച്ചുകൊണ്ട് നിന്ന് എല്ലാ ലോകത്തെല്ലാവർക്കും അറിയിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് വെറുതെ ഇസ്ലാമിനെ അധിക്ഷേപിക്കപ്പെടേണ്ട കാര്യം വല്ലതുകൊണ്ടോ? അതുകൊണ്ട് ലൈവ് വിടുന്ന പരിപാടികളൊക്കെയും മുഅ്മിനീങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന പരിപാടികൾ ലൈവ് ഉപേക്ഷിക്കലാണ് നല്ലത്. ഗൾഫിക്കുന്ന 3 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈവ് വെച്ചു കൊടുക്കും. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇരിപ്പുണ്ട്. വേറെ ഒരു ജോലിയില്ല, കൂലിയില്ല. എന്നിട്ട് ഇസ്ലാമിനെതിരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിനെ കരിവാരി തേച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ലൈവല്ല, 1000 ലൈവിൽ നമുക്ക് പറയാം, ഏത് ചാനലിലും പറയാം, പ്രശ്നമല്ല.
ഏതൊരു ചാനലിലും നമുക്ക് നിൽക്കാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം ജനങ്ങളോട് പറയുന്ന സംവദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. അത് ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യണം. അരമണിക്കൂർ സമയമുണ്ട്. എടുക്കാമല്ലോ. തങ്ങൾ 12 മണിക്കല്ലേ വരുള്ളൂ. ഇൻഷാ അല്ലാഹ് 12 മണിക്ക് എത്തിക്കോളാൻ പറയും. 12 മണിക്ക് അബ്ദുള്ള സാഹിബ് 12 മണിക്ക് എത്താൻ പറഞ്ഞു തങ്ങൾ. അരമണിക്കൂറുണ്ട്. 15 മിനിറ്റ് ശ്രദ്ധിച്ചോ. അപ്പൊ 2 മണിക്കൂറാവും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു നമുക്ക് ഇനാബത്തുണ്ടാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ പ്രസംഗത്തിന്റെ സന്ദേശമായി മെസ്സേജായി നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു മുതൽക്കൂട്ടാകാൻ ഈ പറയുന്ന ആയത്ത് എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിൽ കോറിയിടുക. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വല്ലദീന ജതനബു തൗഹൂത യഅബുദൂഹാ വഅനാബു ഇലല്ലാഹ് ലഹുമുൽ ബുശ്റാ فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم المفلحون وأولئك هم أولو الألباب. സൂറത്തുൽ സുമറിലൂടെ പടച്ച തമ്പുരാ പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എങ്ങനെയാണ് ഇനാബത്തുണ്ടാകേണ്ടതെന്നറിയോ? സമ്പൂർണ്ണ സമർപ്പിതത്വം എങ്ങനെയാ നമുക്കുണ്ടാകുന്നതെന്നറിയോ? അല്ലാഹുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പിതരാകാൻ നാം എന്താ ചെയ്യേണ്ടതെന്നറിയോ? അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനാ. പരിശുദ്ധമായ ഖുർആനിനെ സാഗൂതം നമ്മൾ കേൾക്കലാണ്. അള്ളാന്റെ ഖുർആനിനെ നമ്മൾ സാഗൂതം ഒന്ന് കേൾക്കലാണ്. യസ്മഊനൽ ഖൗല എന്നല്ല ഖുർആൻ പറഞ്ഞത്. അത് ഖുർആൻ കേൾക്കലാണ്. പോരാ, പ്രസംഗമാണ് കേൾക്കേണ്ടത്, പാട്ടാണ് കേൾക്കേണ്ടത്. പക്ഷെ ഖുർആനിനെ കേൾക്കുകയല്ല വേണ്ടത്, ഖുർആനിനെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. യസ്തമിഊനൽ ഖൗൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യസ്തമിഊനൽ ഖൗല എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സാധാ കേൾക്കും പോലെ കേട്ടാ പോരാ, അത് രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാ മതി. സമാ വേറെ, ഇസ്തിമാ വേറെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അല്ലദീന യസ്തമിഊനൽ ഖൗല. അല്ലാഹുവിന്റെ ഖുർആനിനെ നിങ്ങൾ സാഗൂതം കേൾക്കലാണ്, ശ്രദ്ധയോടെ ഖുർആൻ കേൾക്കലാണ്. ഫയത്തബിഊന അഹ്സനാ. ഒരു വിഷയത്തിൽ ഖുർആനിന്റെ നിലപാട് വരുമ്പോ അതിൽ ഏറ്റവും മെച്ചമായതിനെ നിങ്ങൾ പിൻപറ്റലാണ്, ഏറ്റവും മെച്ചമായതിനെ പിൻപറ്റലാണ്. സഹോദരങ്ങളെ, ഇബാദത്തിന് നമസ്കാരത്തിന് മുമ്പ് 2 സംഗതികളാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നിബന്ധനയായത്. അതിൽ ഒന്ന് വുളൂആണ്, മറ്റൊന്ന് തയമ്മുമാണ്. ഇത് രണ്ടും കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ തടസ്സമില്ല. ഇത് രണ്ടുമില്ലാതെ നമസ്കാരം ഹറാമാണ്, സുജൂദ് ഹറാമാണ്. നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങളാണ് അല്ലാഹു വെച്ചത്. ഒന്നുകിൽ നീ ഉളുവെടുത്തിട്ട് വെള്ളം കൊണ്ട് ഉളുവെടുത്തിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയമ്മം ചെയ്തിട്ട് നമസ്കരിക്കുക. ഇതിലേതാണ് നമ്മൾ പിൻപറ്റേണ്ടതെന്നറിയോ? ഫയത്തബിഊന അഹ്സനാ. ഇത് രണ്ടിലെ ഏറ്റവും മെച്ചമായതിനെ നീ പിൻപറ്റണമെന്നാണ്. തയമ്മം ചെയ്യേണ്ടത് എപ്പോഴാണ്? വെള്ളത്തിന്റെ അഭാവത്തിലാണ്. വെള്ളം കണ്ടാ തയമ്മം ബാത്തിലാകുമെന്നറിയല്ലോ. അതുകൊണ്ട് ഈ 2 വിഷയത്തിൽ വെള്ളത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഏതൊരു വിഷയത്തിലും നിങ്ങൾ ഖുർആനിനെ ഫോളോ ചെയ്യുക. ഏത് വിഷയത്തിലാ എന്റെ പ്രിയപ്പെട്ട മേൽപ്പാടിക്കാരാ ഖുർആനിന് മാതൃകയില്ലാത്തത്? എന്റെ സഹോദരങ്ങളെ, വിവാഹപ്രായമെത്തിയ ആളുകളെ നിങ്ങളുടെ ഇടയിൽ കാണുമല്ലോ. പെൺമക്കൾക്ക് നിക്കാഹ് നടക്കുന്നില്ല, ദ്വാരക്കണമെന്ന് പറഞ്ഞ എത്ര പേരാ? ആൺമക്കൾക്ക് കല്യാണം നടക്കുന്നില്ലെന്ന് പറഞ്ഞ എത്ര പേരാ? അവിടെ വിവാഹം നടക്കാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ടറിയോ? സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഓതിയ ആയത്താണ്. ഈ ആയത്ത് ഓതി തീരുമ്പോഴാണ് തനിക്ക് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും നല്ല മാതൃകയായ, ഏറ്റവും നല്ല മഹത്വമുള്ള ഒരു പെൺകുട്ടി അല്ലാഹു തആല വധുവായി കൊടുത്തത്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ.
മദിയനിലെ ജലാശയത്തിന്റെ ചാരത്ത് വെച്ച് മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലിയ പ്രാർത്ഥന ഇതാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, ഏത് ഖൈർ നീ ഇറക്കിയാൽ, ഏത് നന്മ നീ തന്നാൽ ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാണ് അല്ലാഹ്. വിവാഹപ്രായമെത്തിരിക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാര്, അവരുടെ കല്യാണം ശരിയായിട്ടില്ലെങ്കിൽ ചൊല്ലിക്കോ. ഇത് ചൊല്ലുമ്പോഴാണ് ശുഐബ് നബിയുടെ മകളെ മൂസാ നബി കല്യാണം കഴിക്കുന്നത്. ആ ദുആ റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഈ ദുആ ചൊല്ലിയാൽ സഹോദരങ്ങളെ മുജറബായ ദുആയാണ്. ഒരുപാട് അനുഭവങ്ങളുള്ള ദുആയാണ്. അത് കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, നിനക്ക് അല്ലാഹു സന്താനങ്ങളെ തരുന്നില്ലെന്ന് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നിനക്കും വിശുദ്ധ ഖുർആനിനകത്ത് ആയത്തുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ. ഇതൊക്കെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോ അവർക്ക് ദഹിക്കണമെന്നില്ല. ഇത് അഹ്ലുൽ ഈമാനിനോട് പറയുന്നതാണ്. ലൈവ് വെച്ചത് ഞാനല്ല, നിങ്ങളാണ്. എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, നിനക്ക് സന്താനങ്ങളില്ലേ, നീ ചെയ്യേണ്ടത് എന്താണ്? ജീവിതത്തിൽ അല്ലാഹു പരീക്ഷണങ്ങൾ കൊടുത്ത ഒരു പ്രവാചകര് ശരീരത്തിന്റെ എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയിട്ട്, തലമുടിയെല്ലാം നരച്ചു പോയിട്ട്, എല്ലുകളെല്ലാം ക്ഷയിച്ചിട്ട് തലമുടി നരച്ചു പോയൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണായിരുന്നു ആ പ്രവാചകന്റെ ഭാര്യ. ആരാണ് ആ പ്രവാചകൻ എന്നറിയോ? നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാര്, ജൂതപിശാചുക്കളെ കയ്യിൽ വെച്ച് സമ്മാനമാടുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന മസ്ജിദുൽ അഖ്സയുടെ പരിചാരകനായ ഇമാമായിരുന്ന സക്കരിയ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലുകൾ ക്ഷയിച്ച പ്രവാചകനാണ്. തലമുടി മരച്ചുപോയ പ്രവാചകനാണ്. ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. എന്താ ദുആ? റബ്ബിലാ തദർനീ ഫർദാ വഅന്ത ഖൈറുൽ വാരിസീൻ. അല്ലാഹുവേ, പടച്ചവനെ, നീ എന്നെ അനന്തരാവകാശികളില്ലാത്ത ഒറ്റക്കായ ഒരുത്തനാക്കി കളയല്ല റബ്ബേ. ആ ദുആ അല്ലാഹു കേട്ടോ. അല്ലാഹു മഹാനായ സക്കരിയ നബിക്ക് ഒരു മോനെ കൊടുത്തു. ഏത് മോനാണ്? ഇന്നാനു ബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ. ഖുർആൻ ഇല്ലാത്ത എന്താ സഹോദരങ്ങളെ? പഠിക്കാത്തതിന്റെ കുറവല്ലേ?